ഹേ ഗായ്സ്, വെൽക്കം ടു മൈ വെരി ഫസ്റ്റ് വ്ലോഗ്. ഇതെൻ്റെ ആദ്യ വ്ലോഗാണ് ആൻഡ് ഐ എം വെരി സൂപ്പർ എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് ദിസ് ജേർണി ഫ്രം വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റീസ് ഓഫ് ഇന്ത്യ, മൈസൂർ. കൊട്ടാരങ്ങളുടെ നഗരമെന്നറിയപ്പെടുന്ന മൈസൂർ പാലസും ചാമുണ്ഡി ഹിൽസും അതുപോലെ വൃന്ദാവൻ ഗാർഡൻസുമൊക്കെ ഈ നഗരത്തിന് ഏറെ ഭംഗി കൂട്ടുന്നു. ഇതെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ വെരി ഫസ്റ്റ് വ്ലോഗ് ആൻഡ് വെൽക്കം ടു മൈസൂർ. മൈസൂരിലേക്ക് ഏവർക്കും സ്വാഗതം. വി ഹാവ് സ്റ്റാർട്ടഡ് അവർ ജേർണി ഫ്രം ബാംഗ്ലൂർ. ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് ബാംഗ്ലൂരിൽ നിന്നാണ്. ഏകദേശം 5:30 മണിയോടുകൂടി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ടു. റോഡ് മുഖേനയും അതുപോലെ തന്നെ ട്രെയിൻ മുഖേനയും നിങ്ങൾക്ക് മൈസൂരിലേക്ക് എത്തിപ്പെടാവുന്നതാണ്. നിങ്ങൾ ലോങ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ ബാംഗ്ലൂർ മൈസൂർ ഹൈവേ ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ കെങ്കേരിയും രാമനഗരയും മാണ്ഡ്യയും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ശ്രീരംഗപട്ടണത്തേക്ക് എത്തിച്ചേർന്നു. ഇത് വെറും ഒരു നഗരമല്ല, ഒത്തിരി ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണിത്. ആക്ച്വലി ദിസ് ശ്രീരംഗപട്ടണ ഈസ് ആൻ ഐലൻഡ് വിച്ച് ഇസ് സറൗണ്ടഡ് ബൈ റിവർ കാവേരി. ഇതാണ് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. ശരിക്കും പറഞ്ഞാൽ ശ്രീരംഗപട്ടണം എന്നുള്ള പേര് വരാൻ തന്നെ കാരണം ഈ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രമാണ്. ഭഗവാൻ വിഷ്ണുവിൻ്റെ ശയനഭാവത്തിലുള്ള രൂപമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു സ്റ്റോറി പോലെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തുവെന്ന് വെച്ചാൽ, ഇവിടെ ഒരു മഹർഷിക്ക് ഒരു ദിവ്യ ദർശനം ഉണ്ടായി. ഈ ഒരു ശ്രീരംഗനാഥ സ്വാമിയുടെ പ്രതിഷ്ഠ വയ്ക്കണമെന്ന്. അങ്ങനെയാണ് ഇവിടെ ശ്രീരംഗനാഥ സ്വാമിയുടെ പ്രതിഷ്ഠ വെച്ച് പിന്നെ പിൽക്കാലത്ത് ആൾക്കാരെ ആരാധിച്ചു പോന്ന് എന്നൊരു സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്കെന്തായാലും നമ്മുടെ യാത്ര തുടരാം. അടുത്തതായി ഫുഡീസിനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോയത്. ഒറിജിനൽ വിനായക മൈലാരി ദോശ. ഇതെന്ന് പറയുന്നത് മൈസൂരിൽ വന്നു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഈ ദോശ കഴിക്കാൻ നിങ്ങൾ മൈസൂരിൽ നിന്ന് പോകരുത്. ആക്ച്വലി ഇതെൻ്റെ ഒരു റെക്കമെൻഡേഷനാണ്. ഈ ദോശ ശരിക്കും പറഞ്ഞാൽ മസാല ഇട്ടും മസാല ഇടാതെ അവൈലബിൾ ആണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നെക്സ്റ്റ് പോയത് മൈസൂർ പാലസിലേക്കാണ്. ഈ മൈസൂർ കൊട്ടാരം ശരിക്കും പറഞ്ഞാൽ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 14-ാം നൂറ്റാണ്ടിൽ വോഡിയാർ രാജാക്കന്മാരാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത്. ആക്ച്വലി 14th സെഞ്ച്വറിയിൽ. പക്ഷേ 1897 തോന്നുന്നു ഒരു തീപിടുത്തത്തിൽ പഴയ കൊട്ടാരം നശിച്ചുപോയി. അതിനുശേഷം പിന്നെയും റീകൺസ്ട്രക്റ്റ് ചെയ്ത് വേറൊരു കൊട്ടാരം ഉണ്ടാക്കി. അതാണ് ഇപ്പം നമുക്കൊക്കെ കാണാൻ സാധിക്കുന്ന മൈസൂർ പാലസ് എന്ന് പറയുന്നത്. മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഗാർഡനൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പം ഫുൾ ലൈറ്റിങ്ങാണ്. ഒത്തിരി ലൈറ്റിങ്ങും ഒത്തിരി മാർബിൾസിൻ്റെ ഡിസൈൻസും ഒക്കെ ഉണ്ട്. ഇതെല്ലാം ആ ഒരു കൊട്ടാരത്തിന് നല്ലൊരു മാറ്റ് കൂട്ടുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് കൃഷ്ണരാജ വോഡിയർ 4-മനാണ് ഈ ഒരു മൈസൂർ പാലസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെൻറി ഐർവിൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ ഡിസൈൻ ഫുള്ള് ചെയ്തത്. ഇതേ നോക്കേ, ഈ ഒരു പാർട്ടിലായിട്ടായിരുന്നു അന്ന് രാജാവ് വന്നിരുന്ന് പ്രൊസഷനൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അതിനുശേഷം അവിടെ ഒരു ദർബാർ ഹാളുണ്ട്. ഈ ഒരു ദർബാർ ഹാൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വലുതാണ്. ഈ ദർബാർ ഹാളിൽ വന്നിരുന്നാണ് നമ്മുടെ രാജാവ് അവിടുത്തെ ജനങ്ങളെയൊക്കെ ഒഫീഷ്യലായിട്ട് കണ്ടുകൊണ്ടിരുന്നത്, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ അവിടുത്തെ സീലിങ്ങും അവിടുത്തെ ഡെക്കറേഷൻസും ഒക്കെ ഒത്തിരി നല്ലതാണ്. മൈസൂർ പാലസിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു വലിയ മൈതാനമുണ്ട്. ഈ മൈതാനത്തിനെ പാലസ് ഗ്രൗണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പാലസ് ഗ്രൗണ്ടിലാണ് ദസറയുടെ ടൈമിൽ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. എലിഫൻറ്റ് ഷോ, ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടാണ്. മൈസൂരിൻ്റെ കിഴക്കൻ മലഞ്ചെരുവിലായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ സ്മാരകമുണ്ട്. അതാണ് ലളിത മഹൽ പാലസ്. ഇപ്പോൾ ഈ ലളിത മഹൽ പാലസ് ഒരു ഹെറിറ്റേജ് ഹോട്ടലായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത് ഇന്ത്യൻ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീസ് വരുന്നത് 100 രൂപയാണ്. ആ 100 രൂപയോട് കൊടുക്കുന്നതോടുകൂടി നമുക്കൊരു ചായ അല്ലെങ്കിൽ കോഫി പ്ലസ് ഒരു ബിസ്ക്കറ്റ് ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട്.
KGF ഫിലിം വന്നതിന് ശേഷമാണ് ഇവിടെ കുറച്ച് പോപ്പുലാരിറ്റി ഉണ്ടായിരിക്കുന്നത്. KGF ഫിലിം എല്ലാവരും കണ്ടു കാണുമല്ലോ. അതിനുശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ RRRലേക്ക് പോയി. ഒരു ആന്ധ്ര സ്റ്റൈൽ റെസ്റ്റോറൻ്റാണിത്. ഇവിടെ മട്ടൺ ബിരിയാണിയാണ് ഫേമസ്. ബട്ട് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും മട്ടൺ ബിരിയാണി തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. മൈസൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബൃന്ദാവൻ ഗാർഡൻസിൽ എത്തിച്ചേരാം. ഇത് KRS ഡാമിൻ്റെ താഴെയായിട്ടാണ് ഈ ബൃന്ദാവൻ ഗാർഡൻസ് സ്ഥിതി ചെയ്യുന്നത്. ബൃന്ദാവൻ ഗാർഡൻ ശരിക്കും പറഞ്ഞാൽ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ഒക്കെ നടക്കുന്ന ഒരു പാർട്ടും ഉണ്ട്. വേറൊരു പാർട്ട് അവിടെ ഗാർഡൻ പോലൊക്കെ ഉള്ളതാണ്. ഈ 2 പാർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ബ്രിഡ്ജുണ്ട്. ഈ ബ്രിഡ്ജ് വഴിയാണ് നമ്മൾ മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ വേണ്ടി ഓപ്പോസിറ്റ് സൈഡിലുള്ള ഗാർഡനിലേക്ക് പോകുന്നത്. ഈവനിങ് ടൈം ഒക്കെ ആക്കുമ്പോഴത്തേക്കും അവിടുത്തെ ലൈറ്റ് സെറ്റിങ്സും അതുപോലെ തന്നെ വൈകുന്നേരമുള്ള ആ തണുപ്പും ഒക്കെ കാരണം നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ആക്ച്വലി. പിന്നെ വാട്ടർ ഷോ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നു, ആ മ്യൂസിക്കൽ ഫൗണ്ടൻ കാണാൻ വേണ്ടിയിട്ട്. അത് 3 ടൈമിങ്സിലായിട്ടാണ് നടക്കുന്നത്. ഹാഫ് ആൻ അവർ ഇടവിട്ടിടവിട്ട് 3 ടൈമിങ്ങിൽ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും അവിടെ. മ്യൂസിക്കൽ ഫൗണ്ടൻ എൻഡ് ആയതിനു ശേഷം പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. ഹോട്ടൽ ഗ്രാൻഡ് സെറീനായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹോട്ടലായിരുന്നു. റൂംസൊക്കെ അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതുപോലെ നല്ലൊരു ഓപ്ഷനാണിത്. പിറ്റേന്ന് രാവിലെ ഞങ്ങൾ ചാമുണ്ഡി ദേവീക്ഷേത്രത്തിലേക്കാണ് പോയത്. സൗത്ത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ചാമുണ്ഡി ക്ഷേത്രം എന്ന് പറയുന്നത്. ദസറ എന്ന് പറയുന്നത് തന്നെ മഹിഷാസുരന്റെ തോൽവിയും അതുപോലെ തന്നെ ദേവിയുടെ വിജയവും അതാണ് ദസറ എന്ന് പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ. ദസറയുടെ ടൈമിൽ കൊട്ടാരത്തിൽ നിന്ന് ദേവിയുടെ വിഗ്രഹം ചാമുണ്ഡി ഹിൽസ് വരെ എത്തിച്ച് പ്രത്യേക പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അതും ഇപ്പോഴും നടന്നു വരുന്ന ഒരു ആചാരമാണ്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് മൈസൂർ സൂവിലേക്കാണ്. മൈസൂർ സൂ എന്ന് പറയുന്നത് 3 കിലോമീറ്റർ, ഫുൾ ഓഫ് 3 കിലോമീറ്ററാണ് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇത് വയസ്സായവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ബഗീസൊക്കെ പക്ഷേ അവൈലബിൾ ആണ്. കിഡ്സൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ എന്ന് വെച്ചാൽ ലോകത്തിലുള്ള ഒട്ടുമിക്ക മൃഗങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. വെൽ, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നൗ ഗോ, ഡ്രിങ്ക് സം വാട്ടർ, സ്ട്രെച്ച് യുവർ ലെഗ്സ് ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് പാർവതി signing off. So see you in the next video. Take care guys. Bye bye.